വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അനസ്തേഷ്യ. അനസ്തേഷ്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അനസ്തേഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വളരെ CPTയിലെ മറ്റുള്ള ചാപ്റ്ററുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ചാപ്റ്ററാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കോഡിംഗ് ടിപ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ. അതിൽ മെയിനായിട്ട് പറയുമ്പോൾ അനസ്തേഷ്യ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം, അതിൻ്റെ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അതിൽ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫയിങ് സർക്കംസ്റ്റൻസുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പ്രോബ്ലത്തിൽ. അനസ്തേഷ്യ സ്പെഷ്യലായിട്ടുള്ള മോഡിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് അനസ്തേഷ്യയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് 42 ഇയർ ഓൾഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആംബുലേറ്ററി സർജറി സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. സോ അനസ്തേഷ്യ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ പ്ലാൻഡ് സർജറി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഈ പേഷ്യൻറ്റിൻ്റെ ഫയലിൽ എങ്ങനെയായിരിക്കും ഈ സർക്കംസ്റ്റൻസിന്, ഈ ഒരു എക്സ്റ്റെന്യൂവേറ്റിംഗ് സർക്കംസ്റ്റൻസിന് എങ്ങനെയായിരിക്കും, ഏത് മോഡിഫയർ വെച്ചിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ ഒക്കെ നമ്മളോട് ചോദിക്കാം. ഇങ്ങനൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇതിന് ഏത് മോഡിഫയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആംബുലേറ്ററി സർജറി സെൻറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന മോഡിഫയേഴ്സിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. 73 and 74 ആംബുലേറ്ററി സർജറി സെൻറ്ററിൽ യൂസ് ചെയ്യുന്ന മോഡിഫയേഴ്സ് ആണ്. പ്ലേസ് ഓഫ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഡിഫയേഴ്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ ഓപ്ഷൻ സി അഥവാ 73 ആണ് പേഷ്യൻറ്റിന് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ്, ആംബുലേറ്ററി സർജറി സെൻറ്ററിലായതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സർജറി വേണ്ടാന്ന് വെക്കുമ്പോൾ കൊടുക്കേണ്ട കോഡ് മോഡിഫയർ എന്ന് പറയുന്നത് മോഡിഫയർ 73 ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 8 month ഓൾഡ് ആയിട്ടുള്ള ഒരു ബേബിക്കാണ് സിമ്പിൾ ഫൗണ്ടൈൻ പ്രൊസീജിയേഴ്സ് ടു റിപ്പയർ ഹിസ് ട്രൈക്കസ്പിഡ് അട്രേഷ്യ എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ ഈ പ്രൊസീജിയറിൽ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. സോ നമ്മൾ കോഡുകളിലേക്ക് നോക്കിയാൽ 00561 00562 ഈ രണ്ട് കോഡുകളാണ് ഇവിടെ നമുക്ക് അനസ്തേഷ്യയുടെ ചാപ്റ്ററിലേതായിട്ട് ഉള്ള കോഡുകൾ തന്നിട്ടുള്ളതല്ലോ. സോ നമ്മളത് നോക്കിക്കഴിയുമ്പോൾ 00561 ആണ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ ആൻഡ് യങ്ങർ ദാൻ ഏജ് 1 years ഓഫ് ഏജ് എന്ന് പറയുന്നതിൻ്റെ അനസ്തേഷ്യ സർവീസ് ഹാർട്ടിലോ പെരിക്കാർഡിയൽ സാക്കിലോ ഗ്രേറ്റ് വെസൽസിലോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള കോഡ് എന്ന് പറയുന്നത് 00561 ആണ്. അത് 00562 പോകുമ്പോൾ 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടിക്കാണ് പിന്നെ നോൺ കൊറോണറി ടൈപ്പ് ബൈപ്പാസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്കത് ആവശ്യമില്ല. നമ്മുടെ കുട്ടിക്ക് എന്തായാലും 8 മാസം ആയതുകൊണ്ട് നമുക്ക് ആ കോഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ മാത്രമല്ല ഇതിനകത്ത് 1 വയസ്സിൽ താഴെ എന്നുള്ളത് 00561 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുമുണ്ട് 99100 എന്ന് അതിൻ്റെ കൂടെ കൺജക്ട് ചെയ്യാൻ പാടില്ല എന്ന്. നമുക്ക് ഈസി ആയിട്ട് ബി എന്ന് പറയുന്ന ഓപ്ഷനും സി എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആൻസർ എ ആണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 82 ഇയർ ഓൾഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ട്. ആൾക്ക് ഫെമറോപൊപ്ലൈറ്റിൽ ബൈപ്പാസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കൊരു സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ നമുക്കറിയാം P3 ആണ് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ ഇതിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അപ്പോൾ P2 മോഡിഫയർ വരുന്നത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരില്ല. ആ ഓപ്ഷൻസ് നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ദെൻ 01270 എന്ന് പറയുന്ന കോഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലാണ് അനസ്തേഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിംഗ് ആർട്ടറീസ് ഓഫ് ദ അപ്പർ ലെഗ് ഇൻക്ലൂഡിംഗ് ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അപ്പോൾ ഫെമറോപൊപ്ലൈറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പർ ലെഗ് ഭാഗത്താണല്ലോ. സോ നമുക്ക് 01270 എന്ന് പറയുന്ന കോഡ് വിത്ത് P3 മോഡിഫയർ 82 ഇയർ ഓൾഡ് ആയതുകൊണ്ട് ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് നമുക്ക് ഏജിനെ എടുത്ത് കാണിക്കാനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഈസ് 99100. ഇതെല്ലാം ഒത്തുചേർന്ന് വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സർജൻ അനസ്തേഷ്യോളജിസ്റ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് ജനറൽ അനസ്തേഷ്യ ഈ സർജറിക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു ലംബാർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ 2 പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയ്സിലേക്ക് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു
ലംബാർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ കഥേറ്റർ പഠിപ്പിക്കുന്ന പോലെ അത് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും? വിത്ത് അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ ഈ പ്രൊസീജിയേഴ്സിന് നമ്മൾ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത് സർവീസിന്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 01402 ആണ് ഇവിടെ എന്താണ് അനസ്തേഷ്യ ഫോർ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ കോഡ് വരുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അനസ്തേഷ്യ ബൈ അനസ്തേഷ്യോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് AA എന്ന് പറയുന്ന അനസ്തേഷ്യ മോഡിഫയർ നമുക്ക് കൊടുക്കാം. ദെൻ നമുക്ക് 01996 എന്ന് പറയുന്ന നമ്മുടെ അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന കോഡ് വായിച്ചാൽ മനസ്സിലാവും. അത് പെർ ഡേ സർവീസ് ആണ്. അതായത് ഓരോ ദിവസത്തെയും പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ ദിവസത്തെയും സർവീസിന് നമുക്ക് അതിൽ കോഡ് റിപ്പോർട്ട് ചെയ്യണം. സോ 2 ദിവസം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ കോഡിനെ *2 എന്ന് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഇവിടെ ആ ഒരു 6 സീരീസിലെ കോഡ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കണ്ടിന്യൂസ് ലംബാർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കഥേറ്റർ ഘടിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കോഡാണ് ആ എന്താണ് 623 എന്ന് തുടങ്ങുന്ന കോഡ്. അപ്പോൾ ഇതിലിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കോഡ് 62326 ആണ്, ആ ഒരു പ്രൊസീജിയറിൻ്റെ കോഡ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് വരിക. അതായത് 01402 വിത്ത് മോഡിഫയർ AA, 62326, 01996 × 2. അടുത്തതായിട്ട് സ്ക്രീനിൽ കാണുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 2 രീതിയിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ച് കാണാറുണ്ട്. അതായത് ഇവിടെ തന്നിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് സർവിക്കൽ അപ്രോച്ച് ഈസോഫാഗോപ്ലാസ്റ്റി വിത്ത് റിപ്പയർ ഓഫ് എന്താണ് ട്രക്കിയോ ഈസോഫാഗൽ ഫിസ്റ്റുല അണ്ടർ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നതാണ്. രണ്ടും അതായത് പ്രൊസീജിയറും അനസ്തേഷ്യയും ചെയ്യുന്നത് നമ്മുടെ സർജനാണ്. ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ വുഡ് യു റിപ്പോർട്ട് ദ അനസ്തേഷ്യ സർവീസ്? അതായത് ഇവിടുത്തെ അനസ്തേഷ്യ സർവീസിനെ മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രൊസീജിയറിന് ചെയ്യുന്ന അനസ്തേഷ്യ കോഡ് 00500 ആണ്. അതിൻ്റെ കോഡ് നമുക്ക് എന്താണ് മോഡിഫയർ 47 അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ അനസ്തേഷ്യ ചെയ്യുന്നത് ഈ സർജൻ തന്നെയാണെന്നുള്ളത് കാണിക്കാൻ. അനസ്തേഷ്യ സർവീസിനെ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ സെയിം ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ചോദിക്കുകയാണ് ഹൗ വുഡ് യു റിപ്പോർട്ട് ദ എൻറ്റയർ സർവീസ്? അതായത് മൊത്തത്തിൽ ഈ സർവീസിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ CPT ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അതായത് സർജൻ തന്നെയാണ് അനസ്തേഷ്യയും കൊടുക്കുന്നെങ്കിൽ സർജൻ ചെയ്യുന്ന എൻറ്റയർ സർവീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊസീജിയർ എന്താ ചെയ്തത് അതിൻ്റെ തക്കതായ കോഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വിത്ത് മോഡിഫയർ 47 നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ പ്രൊസീജിയറും ഇതിനുള്ള അനസ്തേഷ്യയും ഈ സർജൻ തന്നെയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട്. സോ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻറ്റയർ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ B ആണ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിൽ ചോദിച്ചാലും നമുക്ക് സ്കോർ നേടാനായിട്ട് പറ്റണം. എന്താണ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്, നമ്മൾ കൃത്യമായിട്ട് റീഡ് ചെയ്തിരിക്കണം. അത് ഈവൻ അനസ്തേഷ്യയുടെ കേസിൽ മാത്രമല്ല എല്ലാ സീരീസിലും CPTയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഇവിടെ അതുകൊണ്ടാണ് ആൻസർ രണ്ടാമത്തെ കേസിൽ നമുക്ക് B വരാനായിട്ടുള്ള കാരണം. പ്രൊസീജിയർ കോഡ് വിത്ത് മോഡിഫയർ 47. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു പരോട്ടിഡ് ഗ്ലാൻഡ് റിമൂവലിൻ്റെ സർജറിയാണ് ചെയ്യുന്നത്. 94 ഇയർ ഓൾഡ് ആണ് നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ സർജൻ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ആർട്ടീരിയൽ ലൈൻ കൂടി പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ അനസ്തേഷ്യ മാത്രമല്ല ഒരു ആർട്ടീരിയൽ ലൈൻ്റെ ഇൻസേർഷൻ കൂടി അനസ്തേഷ്യ ടീം പെർഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മളോട് പറയുകയാണ് അനസ്തേഷ്യനെ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ അനസ്തേഷ്യ ടീമിന് സർവീസസ് ആയിട്ട് വരുന്നത് 2 കാര്യങ്ങളാണ്. ഈ പ്രൊസീജിയറിൻ്റെ അനസ്തേഷ്യ കൊടുക്കുന്നത് അതിൻ്റെതായ അനസ്തേഷ്യ കോഡ് നമുക്ക് 100 കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ 36620 എന്ന് പറയുന്നതാണ് അവിടെ ആ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സർജൻ റിക്വസ്റ്റ് ചെയ്ത് ഇവർ പ്രത്യേകമായി ചെയ്തിട്ടുള്ള ആർട്ടീരിയൽ ലൈൻ ഇൻസേഷൻ അതിൻ്റെ കോഡ് കൊടുക്കുക. ദെൻ ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് 94 ഇയർ എന്ന് പറയുന്ന ഏജിന് എടുത്ത് കാണിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നു 99100. അങ്ങനെയാണ് ഇവിടെ ആൻസർ B വരുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കുക അനസ്തേഷ്യ ടീം എന്തൊക്കെ പെർഫോം ചെയ്തോ അതെല്ലാം അവരുടെ സർവീസസിൽ ഇൻക്ലൂഡഡ് ആണ്. അനസ്തേഷ്യ മാത്രമല്ല ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അനസ്തേഷ്യ ടീം ചെയ്ത ആ പ്രൊസീജിയേഴ്സിനെ എല്ലാം ഇതിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് ആൻസർ B വന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അനസ്തേഷ്യയിലെ കുറച്ച് ഈസി ആയിട്ട് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അനസ്തേഷ്യയിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.